ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ അക്കാഡമിയ മലയാളം. ലേൺ അക്കാഡമിയ മലയാളത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ മാക്രോ ഇക്കണോമിക്സിലെ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കൺസംഷൻ തിയറീസ്, ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിയറിയാണ് ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ടുഡേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ ഒരു തിയറി കൊണ്ടുവന്നത് ഫ്രാങ്കോ മോണ്ടിഗിലാനിയും റിച്ചാർഡ് ബംബക്കും ആണ്. ലേറ്റർ ഓൺ ആൽബർട്ട് ആൻഡോ എന്ന് പറഞ്ഞൊരു ഇക്കോണമിസ്റ്റും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ ഡെവലപ്മെന്റ് നടന്നത് ഏകദേശം 1950കളിലാണ്. സോ ഇറ്റ് വാസ് ഡ്യൂറിങ് 1950s the theory got developed or the hypothesis got developed. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസ് മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ സ്പെൻഡിങ് ആൻഡ് സേവിങ് ഹാബിറ്റ്സിനെ പറ്റിയിട്ട് ആണ്. അപ്പോൾ ഈ തിയറി പറയാണ് സ്പെൻഡിങ്ങും സേവിങ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് അവർ ഇൻകം അല്ലെ. ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ ഇൻകത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് വുഡ് ബി സി ആൻഡ് എസ്. വൈ ഇസ് ഈക്വൽ ടു സി ആൻഡ് എസ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം. സി എന്ന് പറയുന്നത് കൺസംഷൻ ആൻഡ് എസ് എന്ന് പറയുന്നത് സേവിങ്. ഇത്രയും കാര്യം നമുക്കറിയാം അല്ലെ. വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ്. നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എന്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു? നമ്മൾ കൺസംഷൻ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഓൾസോ അത് കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാളെ ഉപയോഗിക്കാം അല്ലെ. നാളെ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിലോ അപ്പൊ നമുക്ക് പൈസ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ സേവ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മുടെ ഇൻകം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഈ ഇൻകത്തിൽ വലിയ മാറ്റമൊന്നും പെട്ടെന്ന് വരത്തില്ല. സോ ലെറ്റ്സ് കീപ് ഇറ്റ് ആസ് ഫിക്സഡ്. അപ്പോൾ ഇൻകം ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് നമുക്ക് കൺസംഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സേവിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്ന ഇൻകത്തെ റെഡ്യൂസ് ചെയ്യണം അല്ലെ. കൺസംഷനും സേവിങ്ങിനും ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ഇൻകം ചെലവഴിക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് കയ്യിലുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻകം ആണ്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. അതൊന്നും ഒരു മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സേവിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്ന പൈസ കുറയ്ക്കണം. അഗൈൻ വേറെ രീതിയും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അഗൈൻ ഇൻകം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ഇന്നത്തെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? സോ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ സേവിങ് കുറയുന്നു, കാരണം കൺസംഷൻ കൂടുകയാണ്. അപ്പോൾ ഇവിടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് കിട്ടുന്ന പൈസ കൂടുന്നു, നമ്മുടെ സേവിങ് അവിടെ കൂടുന്നു. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ. ഇനി when it comes to this particular theory, ഈ തിയറി നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഈ ഒരു തിയറി പറയുന്ന കാര്യങ്ങൾക്ക് വളരെയധികം റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് the theory is saying like this: people would be borrowing money during their younger ages. അതായത് ഒരു കുട്ടി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ആ കുട്ടിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ. സോ ദ സ്റ്റുഡൻറ് നീഡ് ടു ഡീൽ വിത്ത് സോ മച്ച് ഓഫ് കൺസംഷൻ നീഡ്സ്. അവിടെ കൺസംഷൻ, ആ കുട്ടിയുടെ കൺസംഷൻ അവിടെ കൂടുകയാണ്. കാരണം പഠിക്കാൻ പോകണം, സ്കൂളിൽ പോകണം, ഫീസ് അടയ്ക്കണം, യൂണിഫോം വാങ്ങണം, ബാഗ് വാങ്ങണം, ബുക്സ് വാങ്ങണം. ഇത് മാത്രമല്ല, കഴിക്കാൻ ഫുഡ് വേണം. അപ്പൊ ആ കുട്ടിക്ക് കൺസംഷൻ റിക്വയർമെന്റ്സ് അവിടെ നല്ല രീതിക്ക് കൂടുന്നുണ്ട്. ആ കുട്ടി വളരുന്ന പ്രായമാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു വർഷത്തിൽ നിന്നും മറ്റൊരു വർഷത്തിലേക്ക് ഈ കുട്ടി മൂവ് ചെയ്യുമ്പോൾ കുട്ടി വളരുന്നുണ്ട്. കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പോവാണ്. പക്ഷെ ഈ കുട്ടിയുടെ ഇൻകം എന്താണ്? കുട്ടിക്ക് എന്താണ് ഇൻകത്തിന്റെ കേസിൽ സംഭവിക്കുന്നത്? കുട്ടിയുടെ ഇൻകം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇൻകം കിട്ടാന്ന്. ഇവർക്കും ഇൻകം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പാരന്റ്സ് പോക്കറ്റ് മണിക്കായിട്ട് പൈസ കൊടുക്കാം, റിലേറ്റീവ്സ് പോക്കറ്റ് മണിക്കായിട്ട് പൈസ കൊടുക്കാം. ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇവരുടെ കൺസംഷൻ റിക്വയർമെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഇൻകം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ചില അവസരങ്ങളിൽ ഇവരുടെ കൺസംഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഇവരെന്ത് ചെയ്യാം, ബോറോ ചെയ്യാം. സോ ഈ ബോറോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വളർന്നു വരപ്പോഴാണ് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ കേസ്. എഡ്യൂക്കേഷൻ ലോൺ, വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ബോറോയിങ് അല്ലേ? അപ്പൊ ആ കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് കൺസംഷൻ റിക്വയർമെന്റ്സ് ഉണ്ട്, പക്ഷെ ആ കൺസംഷൻ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രം ഇൻകം അവരുടെ കയ്യിലില്ല. ദെയർ ഇൻകം അപ്പിയേഴ്സ് ടു ബി വെരി വെരി ലോ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവർ ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിക്കും. ഇനി ഇവർ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിച്ച് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് ജോലി കിട്ടുന്നു. സോ അത് വേറൊരു സ്റ്റേജിലാണ്, ഇവർക്ക് ജോലി കിട്ടും. സോ വെനെവർ ദേ ആർ ഗെറ്റിംഗ് എ ജോബ്, ജോലിയൊക്കെ കിട്ടുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ജോലി കിട്ടുമ്പോൾ ദെയർ ഇൻകം വുഡ് ബി റൈസിങ് അല്ലെ? അവർക്ക് കൺസംഷൻ റിക്വയർമെന്റ് അപ്പോഴും ഉണ്ട്, പക്ഷെ അവരുടെ ഇൻകം കൂടുകയാണ്. അവർക്ക് എന്ത് കിട്ടുന്നതാണ്? സാലറി കിട്ടുകയാണ്, സാലറി. അപ്പൊ ഈ സാലറി കിട്ടുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നേരത്തെ എടുത്ത എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കണം. രണ്ടാമത്, അവർക്ക് ഇപ്പോഴത്തെ പ്രസന്റ് കൺസംഷൻ അവർക്ക് മീറ്റ് ചെയ്യണം. മൂന്നാമത്, അവർക്ക് നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്യണം. അപ്പൊ ഈ സാലറി കൊണ്ട് അവർക്ക് കുറെ ഉപയോഗങ്ങളുണ്ട്. അത് പറയണം. അതായത് ഇവർക്ക് ടുഡേസ് കൺസംഷൻ ഇതുണ്ട്, ടുഡേസ് കൺസംഷൻ ഇതാണ് ഫസ്റ്റ് റിക്വയർമെന്റ്. അഗൈൻ അവർക്ക് പാസ്റ്റ് ലോൺ അടയ്ക്കണം, ലോൺ റീപേയ്മെന്റ് ഇതുണ്ട്. നേരത്തെ എടുത്ത് എഡ്യൂക്കേഷൻ ലോൺ നേരത്തെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കണം. അഗൈൻ ഇവർക്ക് ഇനി സേവിങ് നടത്തണം. സേവിങ് എന്തിനാണ് നടത്തേണ്ടത്? അവരുടെ ഫ്യൂച്ചറിലെത്തേക്ക്. കാരണം ജോലി അവരുടെ ലൈഫിൽ ഒന്നും ഇല്ല. ഒരു കാലം കഴിയുമ്പോൾ അവർ റിട്ടയർ ആവും, പെൻഷൻ ആവും. പെൻഷൻ ആയപ്പോഴേക്കും അവർക്ക് വീണ്ടും അവരുടെ ആവശ്യങ്ങളുണ്ടല്ലോ, അന്നും കൺസംഷൻ അവർക്കുണ്ട്. അപ്പോൾ അന്നത്തെ കൺസംഷന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്, വിച്ച് വുഡ് ബി സേവിങ്. ഓക്കെ, അപ്പോൾ റിട്ടയർമെന്റ് ആകുമ്പോൾ എന്താണ് ആൾക്കാർ ചെയ്യുന്നത്? അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ റിട്ടയർമെന്റ് ആകുമ്പോൾ ദേ വുഡ് ബി ഗോയിങ് ഫോർ drawing on the savings that they were making during their middle age. അവരുടെ ജോലി പൊക്കോണ്ടിരുന്ന ആ ഒരു സ്റ്റേജിൽ, സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആ സ്റ്റേജിൽ അവർ സേവ് ചെയ്തിരുന്ന പൈസ അവർ റിട്ടയർമെന്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും, വിച്ച് വി കൻ കോൾ ആസ് ഡിസ് സേവിങ്. നമുക്കിതിനെ വിളിക്കാവുന്ന പേരാണ് ഡിസ് സേവിങ്. അപ്പോൾ അഗൈൻ ഈ റിട്ടയർമെന്റ് സമയമാകുമ്പോൾ ഇവരുടെ ഇൻകം എങ്ങനെയിരിക്കും? ഇൻകം കൂടുതലായിരിക്കും? നോ. അന്ന് വരെ അവർക്ക് സാലറി കിട്ടിയെങ്കിൽ ഇപ്പൊ അവർക്ക് കിട്ടുന്ന പെൻഷനാണ്. പെൻഷൻ സാലറിയുടെ അത്രയും പെൻഷൻ വരില്ല. സാലറി കൂടുതലായിരുന്നു, പെൻഷൻ വരുമ്പോഴേക്കും കുറവാണ്. പക്ഷെ അവരുടെ കൺസംഷൻ റിക്വയർമെന്റ്സ് അപ്പോഴും ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ എടുത്ത് ഉപയോഗിക്കുന്നു അല്ലെ? ഇത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയാണ്, ആൾക്കാരുടെ കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവർ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഓൾവേസ് ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം. ഒരാളുടെ പ്രസന്റ് ലെവൽ ഓഫ് ഇൻകം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൺസംഷൻ സ്പെൻഡിങ് തീരുമാനിക്കുന്നത്. ജസ്റ്റ് കറണ്ട് ഇൻകം ഇസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. കറണ്ട് ഇൻകം ഒരു ഫാക്ടർ മാത്രമാണ് ഇവിടെ. along with this we do have expected future income. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തോരം ഇൻകം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതും നമ്മുടെ ഇന്നത്തെ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അവർ കറണ്ട് വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അസെറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പലരും പറയും എനിക്ക് ഇത്ര ഏക്കർ പ്രോപ്പർട്ടി അവിടെ ഉണ്ട്, അതിൽ മൊത്തം റബ്ബറാണ്, അപ്പൊ ഇത് വിറ്റാൽ തന്നെ എനിക്ക് ഇത്രയും പൈസ കിട്ടും അല്ലെ? ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയില്ലേ? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അവരുടെ കറണ്ട് അസെറ്റ് അവരെ ഇന്ന് എത്രമാത്രം പൈസ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ കറണ്ട് ഇൻകം മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കൺസംഷൻ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇറ്റ് ഹസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓർ ടുഡേസ് കൺസംഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ അതർ ഫാക്ടേഴ്സ് including expected future income and current wealth. Okay, അടുത്തത്. So let's move on to the assumptions of the theory. ഈ ഒരു assumption മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ it would be very easy to understand the theory much more better. അപ്പോൾ ഈ assumptions കൂടെ നമുക്ക് മനസ്സിലാക്കാം. Individual plan ahead.
ഇൻഡിവിജ്വൽ എന്താണ് ചെയ്യുന്നത്? They would be plan ahead. They would be plan for their future. They would plan for their future. They would be planning for their future. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് എത്ര ഇൻകം കിട്ടുമായിരിക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഇന്നേ ആൾക്കാർ വെക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചർ ഇൻകം ഫ്ലോ ഇത് എക്സ്പെക്ടേഷൻ ആണ് അല്ലെ? ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല, ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബട്ട് സ്റ്റിൽ വി എക്സ്പെക്ട് ദാറ്റ് ഓക്കെ ഇന്നിപ്പോൾ എനിക്ക് ജോലിയുണ്ട്, നാളെ ഞാൻ റിട്ടയർ ആവും. അപ്പോൾ റിട്ടയർ ആയി കഴിയുമ്പോൾ എനിക്ക് സാലറി അല്ല കിട്ടുന്നത്, ഇന്ന് സാലറി കിട്ടുന്നു, നാളെ എനിക്ക് പെൻഷനാണ് കിട്ടുന്നത്. അപ്പോൾ സാലറിയേക്കാൾ കുറച്ച് എമൗണ്ട് മാത്രമേ പെൻഷനിൽ ഉണ്ടാവൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു കൺസിഡർ റിട്ടയർമെന്റ് ഇൻ ടു മൈ ഡിസിഷൻസ്. ഇന്നത്തെ എൻ്റെ സ്പെൻഡിങ് ഡിസിഷൻസ് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ നാളത്തെ റിട്ടയർമെന്റിനെ പറ്റി കൂടി ഞാൻ ചിന്തിച്ചിട്ട് വേണം എൻ്റെ സ്പെൻഡിങ് ഡിസിഷൻസ് ഞാൻ ഇന്ന് എടുക്കാൻ. അപ്പൊ കിട്ടുന്ന പൈസ മൊത്തം കൂടി എടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സേവ് ചെയ്യാനായിട്ട് ഒന്നും കാണില്ല. അപ്പൊ നാളെ ഞാൻ റിട്ടയർ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ വിചാരിക്കുകയാണ് ഇന്നിപ്പോ എനിക്ക് സാലറിയാണ്, കൂടുതൽ ഇൻകം ആണ് എൻ്റെ കയ്യിലുള്ളത്, സോ അതിൽ നിന്നും കുറച്ചെടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചെടുത്ത് സേവ് ചെയ്യണം. There should be something called rational planning. അപ്പോൾ ആൾക്കാർ ഭയങ്കര സെൻസിബിൾ ആയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. They are also like forward looking. People are forward looking. നാളെ എന്ത് സംഭവിക്കാം എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻസ് അവരുടെ മനസ്സിലുണ്ട്. And they are planning as per the expectation. Again, consumption tends to be less tied to current income. കറണ്ട് ഇൻകം മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ കൺസംഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ അതർ ഫാക്ടേഴ്സ് ആസ് വെൽ. നമ്മുടെ കറണ്ട് വെൽത്ത്, നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഇൻകം, ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഈസ് ദിസ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് വർക്കിംഗ്. ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് വർക്ക് ചെയ്യുന്ന ഒരു രീതി കൂടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ തുടക്കത്തിലെ തന്നെ നമ്മുടെ ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത ഇക്കോണമിസ്റ്റ് പറയാണ് പീപ്പിൾ ഓൾവേസ് ഹാവ് എ കൈൻഡ് ഓഫ് tendency to seek a stable consumption pattern. ആൾക്കാർക്ക് എപ്പോഴും അവരുടെ കൺസംഷൻ പാറ്റേൺ സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അതായത് അവരുടെ ഇപ്പോഴത്തെ ഇൻകം ഹൈ ആണോ ലോ ആണോ എന്നൊന്നും അവർ അധികം ശ്രദ്ധിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ബ്രാൻഡഡ് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്, അതിന് മുന്നേയും ഞാൻ ബ്രാൻഡഡ് ഡ്രസ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷമാകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി എനിക്ക് ബ്രാൻഡഡ് അല്ലാത്ത ഡ്രസ്സ് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ബ്രാൻഡഡ് ഡ്രസ്സ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. കാരണം എന്താണ്, എൻ്റെ കൺസംഷൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി എനിക്ക് കീപ്പ് ചെയ്യണം. ഐ ഡു നോട്ട് വാണ്ട് ഫ്ലക്ച്വേഷൻസ്. എനിക്ക് ഒരു ലോവർ സിനാറിയോയിലേക്ക് പോകേണ്ട താല്പര്യം എനിക്കില്ല. അങ്ങനെ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് ശീലിച്ചു എന്നാൽ എനിക്ക് ഇപ്പോഴും ബ്രാൻഡഡ് പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു താല്പര്യം. സോ ഐ വോണ്ട് ടു മെയിൻറ്റെയിൻ മൈ കൺസംഷൻ സ്റ്റേബിൾ. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ഇൻഡിവിജ്വൽസ് വുഡ് ബി ടിപ്പിക്കലി ഗോയിങ് ത്രൂ ഡിഫറെന്റ് ലൈഫ് സ്റ്റേജസ്. മെയിൻലി നമുക്ക് ഇതിനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആൾക്കാർ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും അവരുടെ കൺസംഷൻ പാറ്റേൺ, അവരുടെ കൺസംഷൻ ബിഹേവിയർ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുന്നത് എന്ന്. എപ്പോഴും ശ്രമമാണ് അവിടെ നടക്കുന്നത്. എപ്പോഴും അത് അങ്ങനെ നടക്കണം എന്നില്ല എന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ നമുക്ക് അങ്ങനെ നടക്കണം എന്നില്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ വുഡ് ബി ട്രൈങ് ദ ലെവൽ ബെസ്റ്റ് ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് സീ. അപ്പൊ 3 സ്റ്റേജസ് ആയിട്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഏർലി ഇയേഴ്സ്, ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഈ ഐഡിയ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ സ്റ്റുഡൻറ് ലൈഫിൽ നമുക്കറിയാം നമ്മുടെ ഇൻകം എന്താണ്, ഇൻകം വളരെ കുറവാണ്. ആകെ പോക്കറ്റ് മണി അതേപോലെ തന്നെ സ്കോളർഷിപ്പും ഇതൊക്കെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യേണ്ടി വരുമോ, ബോറോ ചെയ്യേണ്ടി വരൂ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ സേവിങ്സ് ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ കൺസംഷൻ റിക്വയർമെന്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഫീസ് അടയ്ക്കണം, ബുക്സ് വാങ്ങിക്കണം, ബാഗ് വാങ്ങണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ വി മൈറ്റ് ബോറോ. ബാങ്കിൽ പോയി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ കോഴ്സിലൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ
ഒരു പക്ഷെ ബാങ്ക് പോയി ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടായിരിക്കും എഞ്ചിനീയറിങ്ങും MBA അങ്ങനെയുള്ള കോഴ്സിലൊക്കെ സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നത്. സി അപ്പോൾ എന്താണ്, ഇവരുടെ ഇൻകം ഇവിടെ കുറവാണ്, പക്ഷെ കൺസംഷൻ റിക്വയർമെന്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബോറോയിങ് റിക്വയർമെന്റ്സ് വളരെ വളരെ കൂടുതലാണ്. ഇനി ബോറോ ചെയ്യാത്ത ആൾക്കാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ചെറിയ എമൗണ്ട് ഓഫ് സേവിങ്സ് മാത്രമേ കാണുള്ളൂ. ഇനി മിഡിൽ ഇയേഴ്സിലേക്ക് വരാം. മിഡിൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ യു വിൽ ബി ഹാവിങ് എ ജോബ്, ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടുമ്പോൾ ഇൻകം വിൽ ബി പീക്കിംഗ്, ലൈക്ക് യു ആർ ഹാവിങ് സംതിങ് കോൾ സാലറി, അല്ലെ? സാലറി കിട്ടുകയാണ്. അപ്പോൾ ഈ സാലറി ഉപയോഗിച്ച് യു ക്യാൻ പേ ഓഫ് യുവർ ഡെപ്റ്റ്സ്, നമ്മുടെ ലോൺ തിരിച്ചടക്കാം, ലോൺ റീപേയ്മെന്റ് അത് വേണം, പിന്നെ കറന്റ് കൺസംഷൻ വേണം. എലോങ് വിത്ത് ദിസ് യു വിൽ ബി അക്യുമുലേറ്റിംഗ് സേവിങ്സ്. എന്തിനാണ്? റിട്ടയർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ വേണം, അതിനുവേണ്ടി നമ്മൾ ഇന്നേ സേവ് ചെയ്ത് വെക്കാണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അഗൈൻ റിട്ടയർമെന്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അഗൈൻ യുവർ ഇൻകം ഇസ് ഫാളിങ്, ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പൊ പെൻഷൻ ആണ് കിട്ടുന്നത്, പെൻഷൻ ഇൻകം മാത്രമാണ് കിട്ടുന്നത്. പണ്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുമായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് യു മൈറ്റ് ഹാവ് റിസീവ് സം അതർ സോഴ്സസ് ഓഫ് ഇൻകം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പെൻഷൻ ഇൻകം, വേറെ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും പെൻഷൻ ഇൻകം മറ്റു സോഴ്സ് ഓഫ് ഇൻകം കൂടെ വെച്ച് നമ്മൾ ആഡ് ചെയ്താൽ കൂടിയും നിങ്ങളുടെ സാലറിയുടെ അത്രയും ചിലപ്പോൾ വരണം എന്നില്ല, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ ഇല്ലേ, അത് യു വിൽ ബി യൂസിങ്, ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറ്റണമെന്ന് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ ജോലിക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ ഏത് ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ ഷർട്ട് തന്നെ ഇപ്പം റിട്ടയർ ആകുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതിൽ നിന്നും ഒരു ലോവർ സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. സി, നിങ്ങളുടെ ഇൻകം അവിടെ കുറയുന്നുണ്ട്, ബട്ട് യു ഡോണ്ട് വാണ്ട് ടു കം ടു എ ലോവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ദിസ് ഈസ് എ സെനാറിയോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾക്കാർക്ക് അവരുടെ കൺസംഷൻ സ്റ്റേബിൾ ആയിട്ട് വെക്കാനാണ് താല്പര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൾക്കാരുടെ ലൈഫ് ടൈമിനെ നമുക്ക് എക്സ് ആക്സിസിൽ എടുക്കാം, ആൻഡ് ഓൾസോ നമ്മുടെ ഇൻകം, കൺസംഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നു, പതിയെ പതിയെ അത് ഓരോ വർഷങ്ങൾ കടന്ന് പതുക്കെ പതുക്കെ മിഡിൽ സ്റ്റേജിൽ എത്തുന്നു, പിന്നെ അവിടെ നിന്നും കൂടുതൽ വർഷങ്ങൾ ജോലി ചെയ്ത് പതുക്കെ പതുക്കെ റിട്ടയർമെന്റ് സ്റ്റേജിൽ എത്തും. ഇതാണ്. പക്ഷെ നമ്മുടെ കൺസംഷൻ നോക്കി, കൺസംഷൻ ആൾക്കാർക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇത് പോകണം. സോ ദിസ് ഇസ് കോൾഡ് ദ കൺസംഷൻ ലൈൻ വിച്ച് വുഡ് ബി പാരലൽ ടു അവർ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് നോക്കാം, ഒരു കുട്ടി ജനിച്ചു, 0 years, പതുക്കെ പതുക്കെ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ 0 20 വരുന്നു. അപ്പോൾ നമ്മുടെ ഇൻകം കൂടുകയാണ്, പോക്കറ്റ് മണിയൊക്കെ നമ്മുടെ പാരൻസ് തരുന്നത് കൂടുന്നു, പിന്നെ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ കൺസംഷൻ അത്രയും പൈസ നമുക്ക് കിട്ടും എന്നല്ല നമുക്ക് അതിന്റെ അർത്ഥം, അല്ലെ? എപ്പോഴും ഈ ഒരു ഫേസിൽ ഇൻകം പതിയെ പതിയെ കൂടുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് എമൗണ്ടും കൂടും. പക്ഷെ സ്റ്റിൽ ദർ ഇസ് എ ഗ്യാപ്പ് ഹിയർ. ഈ ഇൻകമും കൺസംഷനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെ? ഇത് ഇൻകം ലൈൻ ആണ്. ദിസ് ഇസ് ഇൻകം ലൈൻ. ഇവിടെ എന്താ കാണിക്കുന്നത്? ഇത് കൺസംഷൻ ലൈൻ ആണ്. ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആൻഡ് ദിസ് ഗ്യാപ്പ് ഇസ് വാട്ട് യു ഹാവ് ഇസ് യുവർ ബോറോയിങ്. നിങ്ങളുടെ ലോൺ എടുക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ. കാരണം എന്താണ്? ഹിയർ യുവർ ഇൻകം ഈസ് ലെസ്സർ ദാൻ യുവർ കൺസംഷൻ ഓർ യുവർ കൺസംഷൻ ഇസ് മോർ ദാൻ യുവർ ഇൻകം. അതാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. പിന്നെ അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴും കൺസംഷനും ഇൻകവും സെയിം ആവുകയാണ്. പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് ഈ 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയൊരു ജോലി കിട്ടി. അപ്പൊ ഈ ജോലി ഇരിക്കുന്നു, കൂടുതൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻകം ഇങ്ങനെ കൂടി വന്ന് മാക്സിമത്തിൽ എത്തുന്നു, അല്ലെ? അപ്പൊ ഈ ഒരു പീരീഡിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ ഇൻകം കൂടുതലാണ്, യുവർ ഇൻകം ഇസ് മോർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഓൾസോ ഗോ ഫോർ സേവിങ്, അല്ലെ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻകം വുഡ് ബി യൂസ് ഫോർ കൺസംഷൻ ആൻഡ് സേവിങ്, രണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ പഴയ ഡെപ്റ്റ് ഒക്കെ അടച്ചു തീർക്കാനൊക്കെ പറ്റും. അപ്പൊ ഒരു 40 വർഷം, ഈ 40 വർഷം കഴിയുമ്പോഴേക്കും, അതായത് ഈ 40ാമത്തെ വയസ്സിൽ നിങ്ങൾ എത്തി,
ഒരു മിഡിൽ സ്റ്റേജ് ഓഫ് ലൈഫ് എത്തി. അപ്പോൾ ഇനി നിങ്ങളുടെ എഫിഷ്യൻസി കുറയാണ്. എഫിഷ്യൻസി കുറയാണപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇനി ഞാൻ ഫുൾ ടൈം വർക്ക് എടുക്കുന്നില്ല, പാർട്ട് ടൈം വർക്ക് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ബോഡിയൊക്കെ ക്ഷീണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ഓക്കെ ഇനി പാർട്ട് ടൈം വർക്ക് എടുക്കാം. അങ്ങനെ ഫുൾ ടൈം വർക്കിൽ നിന്ന് പാർട്ട് ടൈം വർക്കിലേക്ക് വരുമ്പോൾ പതിയെ നിങ്ങളുടെ ഇൻകം കുറയാനായിട്ട് തുടങ്ങും അല്ലേ. കുറഞ്ഞ് അവസാനം നിങ്ങളുടെ റിട്ടയർമെന്റ് സ്റ്റേജിൽ നിങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ ആവുമ്പോഴേക്കും യു വിൽ ബി ഗെറ്റിംഗ് ഒരു ഹ്യൂജ് സം ഓഫ് മണി നിങ്ങൾക്ക് കിട്ടുമോ, എവിടെ നിന്ന് വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. സോ അപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇൻകവും കൺസംഷനും സെയിം ആവുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ എത്തും അല്ലെ. ചിലപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പതിയെ റിട്ടയർമെന്റ് എത്തുമ്പോഴേക്കും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല. കാരണം നമ്മളിപ്പോ എടുക്കുകയാണ് റിട്ടയർമെന്റ് എത്തുമ്പോൾ ഇൻകം കുറയുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ എടുക്കുന്നത്. സോ റിട്ടയർമെന്റ് എത്തുന്ന ആ ഒരു പോയിന്റിൽ വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദാറ്റ് ഈ ഒരു പോയിന്റ്, ഈ 2 പോയിന്റിലും ഇൻകമും കൺസംഷനും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ റിട്ടയർമെന്റ് എത്തുമ്പോൾ ഇൻകവും കൺസംഷനും ഈക്വൽ ആയി. ആ ഒരു സ്പോട്ടിൽ കൺസംഷനും ഇൻകവും ഈക്വൽ ആയി. കാര്യം എന്താണ്, നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ ആണ് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് സാലറി അല്ല കിട്ടാൻ പോകുന്നത്. സോ സി യുവർ ഇൻകം ലൈൻ ഇസ് അഗൈൻ ഫോളിങ്. ഈ 65 മുകളിലോട്ട് നിങ്ങളുടെ ലൈഫ് സ്പാൻ പോകുമ്പോൾ നിങ്ങളുടെ ഇൻകം കുറയാണ്, നിങ്ങളുടെ എഫിഷ്യൻസി കുറയാണ്. നിങ്ങൾക്ക് വേറെ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ എഫിഷ്യൻസി കുറയുന്നു, പെൻഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ട് വിൽ യു ഡു? യു വിൽ ഗോ ഫോർ ഡിസ്സേവിങ്. നിങ്ങൾ ഡിസ്സേവിങ്ങിലേക്ക് പോകും. ഇവിടെ എന്താണ് ഇൻകം ഇങ്ങനെ കുറയുന്നു എന്ന് പറയുന്നത്? അതായത് പണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇൻകം ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഒന്നും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നു, മക്കളാണ് പിന്നെ ഇൻകം ഒക്കെ മാനേജ് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങളുടെ ഇൻകം കുറയാണ് നിങ്ങൾ വയസ്സാവുമ്പോൾ. സോ യു വിൽ യൂസ് യുവർ പ്രീവിയസ് സേവിങ്സ്, പാസ്റ്റ് സേവിങ്സ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഐഡിയ ഈ ഒരു തിയറിയുടെ. ഈ ഒരു തിയറി സർട്ടൻ പ്രിൻസിപ്പിൾസ് കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു ഗോ ഫോർ കൺസംഷൻ സ്മൂത്തിങ്. കൺസംഷൻ സ്മൂത്തിങ് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ദേ വോണ്ട് കൺസംഷൻ ടു ബി എ സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് ഇൻകം. ഈ കൺസംഷനെ എപ്പോഴും സ്റ്റേബിൾ ആക്കി വെക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും? കൺസംഷൻ ഒന്ന് ഈവൻ ആക്കി വെക്കണം. ത്രൂ ഔട്ട് അവർ ലൈഫ് കൺസംഷൻ ഈവൻ ആക്കി വെക്കണം. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ റിട്ടയർമെന്റ് എത്തുന്നതിന് മുന്നേ റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്നത്. അതിനുവേണ്ടി റിട്ടയർമെന്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും തന്നെ ജോലിക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പൈസ സേവ് ചെയ്തിട്ട് റിട്ടയർമെന്റ് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ദേ വിൽ പ്ലാൻ ഇൻ അഡ്വാൻസ് ടു അവോയ്ഡ് സം ഷാർപ്പ് ഫ്ലക്ച്വേഷൻസ് അല്ലെ. ഇൻകം ഡെഫിനറ്റ്ലി കൂടാം കുറയാം, പക്ഷെ ആൾക്കാർക്ക് അതിലോട്ട് നോക്കാൻ താല്പര്യമില്ല. ദേ വിൽ മേക്ക് സം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ കൺസംഷൻസ് എപ്പോഴും സ്റ്റേബിൾ ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരുടെ കൺസംഷൻ സ്റ്റേബിൾ തന്നെ ആകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ കൊണ്ടുവരണം, വെൽത്ത് അക്യൂമുലേഷൻ ആൻഡ് ഡിക്യൂമുലേഷൻ. അപ്പോൾ വർക്കിംഗ് പീരീഡ് ഓഫ് ലൈഫിൽ ഇൻകം കൂടുതലായതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, സേവിങ് കൂട്ടുന്നു. അപ്പൊ എന്താണ് അവിടെ, വെൽത്ത് വിൽ ബി അക്യൂമുലേറ്റിംഗ്. പക്ഷേ നമ്മുടെ റിട്ടയർമെന്റ് സമയത്ത് എന്താണ്, അവിടെ ഇൻകം കുറവായതുകൊണ്ട് തന്നെ ദേ വിൽ ഗോ ഫോർ ഡിസ്സേവിങ് അല്ലെ. നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയെ എടുത്ത് ഉപയോഗിക്കുന്നു, വിച്ച് ഇസ് കോൾഡ് ഡിസ്സേവിങ്. ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ വിഡ്രോ ചെയ്തിട്ട് ഈ വയസ്സായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നു. ബിക്കോസ് ആ സമയത്ത് അവരുടെ ഇൻകം കുറവാണ്. സി, ആൾക്കാർക്ക് അവരുടെ കൺസംഷൻ സ്റ്റേബിൾ തന്നെ ആക്കണം. ഇൻകത്തിൽ എന്തോ വ്യത്യാസം വന്നോട്ടെ, ആൾക്കാർ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ റെഡിയാണ്. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു മേക്ക് സം ഫ്ലക്ച്വേഷൻസ് ഇൻ ദെയർ കൺസംഷൻ പാറ്റേൺ. അവരുടെ കൺസംഷൻ പാറ്റേൺ എപ്പോഴും സ്റ്റേബിൾ തന്നെ ആവണം. അതാണ് അവരുടെ താല്പര്യം. സി, ദാറ്റ് ഈസ് വൈ ദേ ആർ ഗോയിങ് ഫോർ ഡെപ്റ്റ് ഇൻ ദ യൂത്ത്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ലോണിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു. യൂത്ത് ആയിരിക്കുമ്പോൾ ലോൺ എടുക്കുന്നു, സേവിങ്സ് ഡ്യൂറിങ് ദ മിഡിൽ ഏജ്, കാരണം ഈ സമയത്ത് ഇൻകം കൂടുതലാണ്, ആൻഡ് ദേ വിൽ ബി ഡിസ്സേവിങ് ഡ്യൂറിങ് ദ റിട്ടയർമെന്റ്. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് നടക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു കൺസംഷൻ?
കൺസംഷനെ അധികം നമ്മുടെ ഇൻകം അഫക്റ്റ് ചെയ്യുന്നില്ല. കൺസംഷനെ നമുക്ക് സ്റ്റേബിൾ ആക്കി തന്നെ നിർത്താനായിട്ട് പറ്റുമെന്നാണ് ഈ ഒരു തിയറിയുടെ പ്രൊപ്പൗണ്ടേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ ബോറോയിങ് സേവിങ് ബിഹേവിയർ കാരണം അഗൈൻ ഡിസേവിങ് ബിഹേവിയർ ലേറ്റർ ഓൺ കാരണം നമുക്ക് ഒരു സ്റ്റേബിലിറ്റി കൺസംഷന് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് പറയുന്നത്. സോ ഇൻ ഷോർട്ട്, the theory tells that people have a tendency to save during their working years. അല്ലെ? എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? They are accumulating wealth in their middle age because they will be saving during retirement. During retirement years. അല്ലെ? റിട്ടയർമെന്റ് ആകുമ്പോൾ അവർക്ക് ഈ പൈസ ഉപയോഗിക്കണം. So this particular theory would be telling everything based on the observed patterns. ആൾക്കാരുടെ സേവിങ്ങും കൺസംഷനും അതേപോലെ ഇവരുടെ ഇൻകം അഡ്ജസ്റ്റ്മെന്റും ഒക്കെ നോക്കി അത് ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ തിയറി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അഗ്രിഗേറ്റ് സേവിങ് റേറ്റും ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ ബിഹേവിയറും ഒക്കെ തന്നെ ഈ ഒരു തിയറി നോക്കി കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? So this is it all about the theory called life cycle hypothesis. That's all. So നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് അവർ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ടു ഹാവ് ഡിസ്കഷൻസ്. ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ you can like, share and subscribe to our channel for more such content. Thank you for watching.